പാഠം 229. ഒരു തർക്ക പരിഹാരം. മോഹനേട്ടാ, ഇന്നലെ ഒരു വാക്ക് പറഞ്ഞിരുന്നു, അത് ഓർമ്മയുണ്ടോ? ഇന്നലെ ഞാൻ ഒരു വാക്കല്ല, ഒരുപാട് വാക്കുകൾ പറഞ്ഞിരുന്നു, അതിലെല്ലാം ഓർമ്മയില്ല. അതല്ല മോഹനേട്ടാ, എനിക്കിന്നലെ മോഹനേട്ടൻ ഒരു വാക്ക് തന്നിരുന്നു, അതിന്റെ കാര്യം എന്തായെന്നാ? നീ എന്തിനാ ഭാമേ ഒരു കാര്യം പറയുമ്പോ ഇങ്ങനെ വളച്ചു കിട്ടുന്നത്? നേരെ കാര്യത്തിലേക്ക് വാ. ഇന്ന് വൈകിട്ട് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞത് മോഹനേട്ടൻ ഓർമ്മയുണ്ടോ? അത്രേ ഉള്ളോ? അത് ഞാൻ പറഞ്ഞില്ല. അയ്യോ, രക്ഷപ്പെട്ടു. അപ്പൊ പറ, ഏത് സിനിമയ്ക്ക് നമ്മളിന്ന് പോന്നേ? അതിപ്പോ നല്ല സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോക്ക് നമുക്ക് മാറ്റി. മോഹനേട്ടാ, വെറുതെ ഇമാതിരി അഭ്യാസോട്ട് ഇറങ്ങല്ലേ. എനിക്കിന്ന് സിനിമയ്ക്ക് പോയേ പറ്റൂ. യമുന തിയേറ്ററിലെ നല്ലൊരു അടിപൊളി തമിഴ് പടം ഉണ്ട്, നമുക്കിന്ന് അത് കാണാം. തമിഴ് പടം? ഭാമേ, നമ്മൾ മലയാളികളാണ്. മലയാളികളായി നാം തമിഴ് പടമാണോ കാണേണ്ടത്? എന്തേ മലയാളികൾ മലയാള പടം മാത്രം കാണാൻ പാടുള്ളൂന്നുണ്ടോ? ഉണ്ട്. കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ മലയാളികൾ മലയാള പുസ്തകം മാത്രമേ വായിക്കാവൂ എന്ന് പറയേണ്ടി വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഷേക്സ്പിയറിന്റെയും ടോൾസ്റ്റോയുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റില്ല എന്ന് വരില്ലേ? മോഹനേട്ടാ, കലയ്ക്കും സാഹിത്യത്തിനും ഭാഷയുടെ പരിധി വയ്ക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള മറ്റു ഭാഷയിലെ കലാസൃഷ്ടികൾ നമ്മൾ എങ്ങനെ ആസ്വദിക്കാനാണ്? അതുപോലെ അല്ലല്ലോ ഇത്. പിന്നെ മലയാളികളെടുത്ത മലയാളം സിനിമ തിയേറ്ററിൽ തലേം കുത്തി വീഴുമ്പോ മറ്റു ഭാഷകളിലെ തർപ്പണം കാണാൻ മലയാള തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുക. ഇങ്ങനെ പോയാൽ മലയാള സിനിമയുടെ ഭാവി എന്താവും? മോഹനേട്ടാ, ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള സിനിമ കാണും. മലയാള സിനിമയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മലയാള സിനിമ ഉണ്ടാക്കുന്നവർ മര്യാദയ്ക്ക് സിനിമ എടുക്കണം. നമ്മൾ എന്തായാലും ഇന്ന് തമിഴ് പടവേ കാണുന്നുള്ളൂ. ആ പരിപാടി നടക്കില്ല. തുടങ്ങുമ്പോ മുതൽ തീരുന്നത് വരെ ബഹളമുണ്ടാക്കുന്ന തമിഴ് പടം കാണാൻ എന്നെ കിട്ടില്ല. നായകനും നായകൻ തമ്മിൽ കണ്ടാ പാട്ട്, നായകനും വില്ലനും തമ്മിൽ കണ്ട ആട്ടി. ഇതിനാണോ സിനിമ എന്ന് പറയുന്നത്? അതിനെന്താ കുഴപ്പം? ഇപ്പോ നമ്മുടെ കാര്യം തന്നെ എടുക്കാം. ഞാനും മോഹനേട്ടൻ മുഖാമുഖം കാണുന്ന നിമിഷം മോഹനേട്ടൻ വഴക്ക് തുടങ്ങില്ലേ? അതുപോലെയാണോ ഇത്? തമിഴ് സിനിമ കാണാനാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയാൽ മതി, ഞാനില്ല. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാനാണെങ്കിൽ എനിക്ക് എന്ന് സിനിമയ്ക്ക് പോവാം. മോഹനേട്ടൻ എന്റെ കൂടെ ഇന്ന് വന്നേ പറ്റൂ. നമ്മൾ ഇന്ന് യമുന തിയേറ്ററിലെ തമിഴ് പടം കണ്ടിരിക്കും. ഒരിക്കലും നടക്കില്ല. ഇന്നലെ മോഹനേട്ടൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള സിനിമ കാണാൻ പോവാന്നാണല്ലോ. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. ഭാമേ, നിനക്ക് ഏത് സിനിമയാ ഇഷ്ടം? നമുക്കിന്ന് അത് കാണാം. നിന്റെ ഇഷ്ടമാണല്ലോ എന്റെ ഇഷ്ടം എന്ന് മോഹനേട്ടനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കേട്ടിട്ട് എനിക്കൊന്ന് മരിച്ചാ മതിയായിരുന്നു. മരിക്കുമെന്ന് ഉറപ്പുവരാങ്കി ഇപ്പൊ തന്നെ ചോദിക്കാം. ഭാമേ, നീ പറഞ്ഞതുപോലെ തിരിച്ചുമാകാലോ. മോഹനേട്ടാ, മോഹനേട്ടാ, മോഹനേട്ടന്റെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. മോഹനേട്ടൻ പറയുന്ന സിനിമയ്ക്ക് നമുക്ക് പോയാലോ എന്ന് നീ പറയാത്തത് എന്താടി? ഇതൊരു മാതിരി പൈങ്കിളി ഡയലോഗായി പോയി. ഞാൻ അത്തരം ഡയലോഗ് പറയുന്നാണോ മോഹനേട്ടൻ കരുതിയിരിക്കുന്നത്? മോഹനേട്ടൻ സാറേ, സാറേ, നമസ്കാരമുണ്ട് സാറേ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? പിന്നെ രാവിലെ സേതുരാമന്റെ സ്ഥലം നോക്കാൻ പോവാന്ന് പറഞ്ഞിരുന്നത്, നമുക്ക് ഇറങ്ങിയാലോ സാറേ? അവന് ഇന്ന് എന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാ കൊള്ളാന്ന് പറഞ്ഞിരുന്നു. ഇറങ്ങാം. അതിനു മുമ്പ് ഉത്തമനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഉത്തമൻ സിനിമകളെ കാണാറുണ്ടോ? പിന്നെ ഞാൻ ആഴ്ചയിലൊരു 4 സിനിമയെങ്കിലും കാണും. അതിന് മാത്രം സിനിമ ഇറങ്ങുന്നുണ്ടോ മലയാളത്തിൽ? സിനിമയൊക്കെ ഇറങ്ങുന്നുണ്ട് മലയാളത്തില്, പക്ഷെ അതൊക്കെ ആര് കാണുന്നത്? ഞാൻ ഒന്നും കാണില്ല സാറേ. ഞാൻ ഇംഗ്ലീഷ് പടം കാണും, ഹിന്ദി പടം കാണും, തമിഴ് പടം കാണും. എന്റെ സാറെ കാണണമെങ്കിൽ അത് കാണണം. എന്താ ഒരു ഭംഗി! പാടിയായിരുന്നാലും പാട്ടായിരുന്നാലും ഡാൻസ് ആയിരുന്നാലും സൂപ്പർ അടിപൊളി, കൊടുത്ത കാശ് മുതലാവും. അപ്പോ ഉത്തമൻ മലയാളം പടങ്ങൾ കാണാറില്ല? ഞാൻ ഒന്നും കാണൂല സാറേ. സേതുരാമനോ? സേതുരാമനാ? സേതുരാമന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണല്ലോ ഉത്തമൻ വന്നത്. ആ സേതുരാമൻ ഏത് തരം സിനിമകളാണ് കാണുന്നത്? അവന് തെലുങ്ക് പടമാണ് വളരെ ഇഷ്ടം. കഴിഞ്ഞ ആഴ്ച ഞാൻ സേതുരാമനും കൂടെ ഒരു അടിപൊളി തെലുങ്ക് സിനിമ കാണാൻ പോയെ.
സംഭവം അടിപൊളിയാണ് സാറേ. പക്ഷെ ഈ തെലുങ്ക് എന്ന് പറയുന്ന ഒരു അക്ഷരം മനസ്സിലാവൂല. അപ്പോ സേതുരാമൻ ഉത്തമനെ പോലെ മലയാളം സിനിമകൾ കാണാറില്ല. അവന് കാണൂല. ശരി സാറേ, പൊസഷൻ സർട്ടിഫിക്കറ്റ്. സേതുരാമന് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അല്ല സാറേ, 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 മോനെ സാറേ. വേണ്ട. അയ്യോ, ബാക്കിയില്ല. എന്തോന്ന് സാർ പണങ്ങിപ്പോയതാണ്? പിന്നല്ലാതെ മലയാള സിനിമ കാണാറില്ലാന്ന് മോഹനകൃഷ്ണൻ സാറിന്റെ മുന്നിൽ വെച്ച് പരസ്യമായി ബുദ്ധിയുള്ള ആരെങ്കിലും പറയൂ? ഇനിയിപ്പോ എന്തോ ചെയ്യും? ഈ സേതുരാമനെ ഈ പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ കേട്ടാ. ഉത്തമനോട് നിക്ക്, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. കഷ്ടം. 4-5 കൊല്ലമായി പരിചയമുള്ള മോഹനകൃഷ്ണ സാറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ അറിയത്തില്ലെന്ന് പറഞ്ഞ പൊന്നു. ദൈവമേ, ഇനിയിപ്പോ ഇറങ്ങി വന്നിട്ട് എന്തായിരിക്കും എന്താ പുകില്? എനിക്കാണെങ്കിൽ മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടാ. ആകെ എറിവിയല്ല. മോഹനേട്ടാ, ഇപ്പൊ ഈ കാണിച്ചത് മര്യാദകേടാണ്. ഒരാൾ ഒരു സർക്കാർ ആവശ്യത്തിന് വേണ്ടി വരുമ്പോ അതിൽ മോഹനേട്ടന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ എന്ത് ന്യായമാണ്? എനിക്ക് ഇങ്ങനെ മനസ്സുള്ളൂ. ഞാൻ പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? എന്നെ മൂക്ക് വലിച്ചു കയറ്റുമോ? മോഹനേട്ടാ, ഒരാൾക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ സർക്കാർ ചട്ടപ്രകാരം എന്തൊക്കെ വേണം? അസൽ ആധാരം കൊണ്ടുവന്ന് കാണിക്കണം. അതിനൊരു പകർപ്പും കരമടച്ച രസീതും അപേക്ഷയോടൊപ്പം ചേർക്കണം. അത്രയല്ലേ ഉള്ളൂ? അപേക്ഷകൻ തെലുങ്ക് സിനിമ കാണാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ടോ? ഇല്ലല്ലോ. തെലുങ്ക് സിനിമ കണ്ടതിന്റെ പേരിൽ വില്ലേജ് ഓഫീസർ പൊസഷൻ സർട്ടിഫിക്കറ്റ് തന്നില്ല എന്ന് പറഞ്ഞ് സേതുരാമൻ തഹസിൽദാർക്കോ ജില്ലാ കളക്ടർക്കോ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തിനായി വയ്യാവേലിക്ക് പോകുന്നേ? മോഹനോട് പോയി ഉത്തമനോട് സംസാരിക്കേ. ഞാനല്ലേ പറയുന്നത്. സേതുരാമൻ എന്തെങ്കിലും ഒരു സിനിമ കാണട്ടെ, അതിന് നമുക്കെന്താണ്? ഉണ്ടല്ലോ. ഇല്ല. എഴുന്നേറ്റ് വാ. എഴുന്നേറ്റ് വരാൻ വാ. വാ. ഇങ്ങോട്ട് വരാൻ. എണ്ണോ തെറ്റിച്ച് കളഞ്ഞല്ല. സാറേ, എനിക്കൊരബദ്ധം പറ്റിയതാണ്. സത്യത്തിൽ നമ്മൾ മലയാളികൾ മലയാള സിനിമകൾ മാത്രമേ കാണാവൂ എന്ന ലോക സത്യം തിരിച്ചറിയാൻ ഈ പാവപ്പെട്ടവ ഇത്തിരി വൈകിപ്പോയി. എങ്ങനെയെങ്കിലും സേതുരാമന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരണം. ശരി, തൽക്കാലത്ത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയും തെലുങ്ക് പടം കാണാനാണ് സേതുരാമന്റെ തീരുമാനമെങ്കിൽ അവനോട് ആന്ധ്രാപ്രദേശിൽ 10 സെന്റ് സ്ഥലം വാങ്ങി അതിന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറയണം. ഞാൻ 9 വന്നേക്കാം. ഉത്തമൻ അവിടെ നിന്നാ മതി. വലിയ ഉപകാരം സാറേ. ശരി, ഓക്കെ. ഇവിടെ വരൂ. ഞാനും ഭാമയും കൂടി ഒരു സിനിമയ്ക്ക് പോകാനിരിക്കുകയാണ്. ഭാമ പറയുന്നു തമിഴ് സിനിമ കണ്ടാ മതി, ഞാൻ പറയുന്നു മലയാളം സിനിമ മതി എന്ന്. എന്താണ് ഉത്തമന്റെ അഭിപ്രായം? അല്ല, അതിപ്പോ തമിഴ് പടം കാണുന്നല്ലോ അതിന്റെ ഒരു ശരി. നമ്മള് മലയാളികളല്ലേ, അപ്പൊ മലയാള പടങ്ങളല്ലേ കാണേണ്ടത്. ഹലോ ഹലോ, ആ പരിപാടി ഇവിടെ നടക്കില്ല. സേതുരാമന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഉത്തമനെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം പറയുന്നത് ശരിയല്ല മോഹനേട്ടാ. എനിക്ക് തമിഴ് പടം കണ്ടേ പറ്റൂ. ഞാൻ കാണുകയാണെങ്കിൽ മലയാളമേ കാണൂ. തമിഴ് മതി. മലയാളം മതി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് വളരെ കഷ്ടമാണ് സാറേ. ഈ ഒച്ചയും ബഹളവും ഒക്കെ റോഡിലൂടെ പോകുന്ന ആളുകൾ കേൾക്കുന്നുണ്ട്. അവര് നാട് മുഴുവൻ നടന്ന് ഇതൊക്കെ പറയും. അപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോ മിണ്ടായിരിക്കണം. അതോ ആകെ കാണിക്കണോ? അയ്യോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. മലയാള സിനിമ വേണോ തമിഴ് സിനിമ വേണോ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. ഒരു കാര്യം ചെയ്യാം. ഒരു ഒറ്റ രൂപ നാണയം എടുത്ത് ദാണ്ട ഇങ്ങനെ മുകളിലോട്ടിടുക. ഒരാൾക്ക് ഹെഡ്, ഒരാൾക്ക് ടെയില്, തലയും വാലും. ഒരാൾക്ക് തല, ഒരാൾക്ക് വാല്. എന്നിട്ട് ആരുടെ ഭാഗമാണ് ജയിക്കുന്നത് അവര് പറയുന്ന സിനിമയ്ക്ക് പോടാം. എങ്ങനെയുണ്ട്? ഉത്തമൻ പറഞ്ഞ ഐഡിയ കൊള്ളാം. ഭാമ എന്ത് പറയുന്നു? ശരി, നോക്കാം. ശരി, അപ്പൊ കാര്യം നടക്കട്ടെ. ഞാൻ ഈ സേതുരാമന്റെ പുരയിടത്തി കാണും കേട്ടോ സാറേ. എന്താ ഉത്തമൻ പോയാൽ എങ്ങനെയാ? എന്താണ് സാറേ? ഞങ്ങളിൽ ആരാണ് ജയിക്കുന്നത് അറിയണ്ടേ?
അയ്യേ അത് വേണ്ട അതൊക്കെ നിങ്ങൾ തമ്മിലങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. മത്സരത്തിൽ തോക്കുന്നയാള് വെട്ടുകത്തി എടുത്ത് വെട്ടും. കൊലപാതകത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് ടൈമില്ല. എന്താ? അല്ല, ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ ടൈം കുറവാണ് സാറേ. ഈ സേതുരാമന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടൈലർ രാജന്റെ കടയിലൊന്നും കയറണം. വരട്ടെ സാറേ, ഞാൻ അവിടെ കാണും. അപ്പൊ നടക്കട്ടെ.